മഴക്കെടുതിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഉത്തരേന്ത്യ. ശക്തമായ മഴയിൽ ജമ്മുകശ്മീരിൽ മിന്നൽ പ്രളയമുണ്ടായി. അനന്ത്നാഗിൽ വെള്ളപ്പൊക്കമുണ്ടായി. ഉത്തരാഖണ്ഡിന്റെ പല ഭാഗത്തും മണ്ണിടിച്ചിലുണ്ട്. ഹിമാചൽ പ്രദേശിൽ ഇന്ന് കനത്ത മഴയ്ക്കാണ് സാധ്യത. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, അങ്ങനെ വീണ്ടും ഉത്തരേന്ത്യയിൽ മഴയോട് ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഉയരുകയാണല്ലോ. ശ്രീജ, ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെയാണ് ജമ്മുകാശ്മീർ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും കനത്ത മഴ ഉണ്ടായിരിക്കുന്നത്. ജമ്മുകാശ്മീരിൽ ഈ കനത്ത മഴയെ തുടർന്ന് മിന്നൽ പ്രളയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനന്ത്നാഗിൽ എന്നതാണ് ഈ മിന്നൽ പ്രളയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉത്തരാഖണ്ഡിലാണ് മഴക്കെടുതികൾ അല്പമെങ്കിലും കൂടുതൽ, അല്ലെങ്കിൽ അല്പം കൂടുതൽ എന്ന് പറയാൻ വേണ്ടി കഴിയുന്നത്. 126 റോഡുകളാണ് നിലവിൽ ഉത്തരാഖണ്ഡിൽ അടച്ചിട്ടിരിക്കുന്നത്. ഈ മഴക്കെടുതിയെ തുടർന്ന് ഈ ലാൻഡ് സ്ലൈഡ് മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാലാണ് ഈ മുൻകരുതൽ നടപടികൾ ഇപ്പോൾ സംസ്ഥാനത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ചില മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇന്ന് ആശ്വാസകരമാകുന്ന കാര്യം, ഇന്ന് രാവിലേക്ക് ശേഷം അവിടെ സംസ്ഥാനത്ത് കാര്യമായ തോതിലുള്ള മഴ ഉണ്ടായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇന്ന് ഈ കനത്ത മഴ മുന്നറിയിപ്പുള്ള ഒരു സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഈ മഴ തിമിർത്ത് പെയ്യുമ്പോൾ മണ്ണിടിച്ചിലിനും മറ്റും സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഹിമാചൽ പ്രദേശ്. അവിടെയും വേണ്ട മുൻകരുതലുകൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനും ഡൽഹിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴ ഇന്ന് ഉണ്ടായിട്ടില്ല. ഇന്നലെയും കാര്യമായ തോതിലുള്ള മഴ ഉണ്ടായിട്ടില്ല. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും താപനില ഉയരുകയാണ്. മൺസൂൺ നല്ലതുപോലെ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ചൂട് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്.